ഹായ് ഒരു വെൽക്കം ബാക്ക്. സോ ഇന്ന് യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് തന്നെയാണ്. ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്തത്, എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഞാൻ ശ്രദ്ധിച്ചത്, ഇന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു ട്രേഡ് ചെയ്യാനായിട്ട് ഉള്ളത്, ആ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. സോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ ഇവിടെ മാർക്കറ്റ് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിലാണ് രാവിലെ ഓപ്പൺ ആയിരിക്കുന്നത്. ഓൾമോസ്റ്റ് 65 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. അതിനുശേഷം കൃത്യമായിട്ട് മാർക്കറ്റ് താഴത്തോട്ട് വരുന്നത് കാണാനായിട്ട് പറ്റും. ഈ ഈ ഒരു മൂവ്മെന്റ് വരെ മാർക്കറ്റിന് ഒരു എക്സ്പെഷ്യലി ഒരു നല്ല മൂവ്മെന്റ് കിട്ടിയിട്ടുള്ളൂ. 200 പോയിന്റ്സിന്റെ ഒരു മൂവ്മെന്റ് ആയിരുന്നു മാർക്കറ്റ് ആ ഒരു സമയം വരെ തന്നത്. അതിനുശേഷം ഒരു പ്യുവർ കൺസോൾട്ടേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു കേസ് ആയിരുന്നു. മാർക്കറ്റിൽ അധികം മൂവ്മെന്റ്സോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, എക്സ്പെഷ്യലി ഇൻ ദ പ്രീമിയംസ്. ഈ പ്രീമിയംസ് കണ്ടാലും എനിക്ക് മനസ്സിലാവും നമ്മളുടെ ഇത് 24,600 ആയിരുന്നു. ഞാൻ ഈ ഒരു ലെവലാണ് മാർക്കറ്റ് അവസാനിച്ചപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെയാണ് premium എനിക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നത്. Let me show you some other premiums. 24,900 നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പോലെ തന്നെ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആയ സമയത്ത് ഉണ്ടായിരുന്ന പ്രീമിയം ഓൾമോസ്റ്റ് 30 rupees ആയിരുന്നു. അവിടെ നിന്ന് ഒരു 50 ഇതിന്റെ ഇടയ്ക്ക് സ്പൈക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. കൃത്യമായിട്ട് മാർക്കറ്റ് നമ്മൾ ഒരു DK കൃത്യമായിട്ട് പ്രൊവൈഡ് 1% പ്രോഫിറ്റിലായിരുന്നു. 2.40 ശേഷമുള്ള മാർക്കറ്റ് ഡീറ്റെയിൽ കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആയിരുന്നു. ഈ 2.40 വരെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് തന്നുകൊണ്ടേയിരുന്നു. ചെറിയ ചെറിയ സ്പൈക്കുകൾ അവിടെ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ അത് നമ്മളുടെ MTMൽ കുറച്ച് മോശമാക്കിയെങ്കിലും ചെയ്ത് 10 രൂപ ഉണ്ടായിരുന്ന പ്രീമിയം നേരെ 22 രൂപയിലേക്ക് പോകുന്നു. അതേപോലെ തന്നെ 8 രൂപയിലെ പ്രീമിയം 16 രൂപയിലേക്ക് പോകുന്നു. ഇവിടെയാണെന്നുണ്ടെങ്കിൽ 15 രൂപയുടെ പ്രീമിയം നേരെ 24 രൂപയിലേക്ക് പോകും. സോ ഇടയ്ക്ക് ഉള്ള ഈ സ്പൈക്കുകൾ ഒഴിച്ചു നിർത്തിയാൽ അത് നമ്മളുടെ MTMൽ മൂവ്മെന്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി MTM എപ്പോഴും പ്ലസ് മൈനസ് ആ ഒരു രീതിയിൽ തന്നെ നിന്നു. എന്നാലും ശരി, 240 വരേക്കും ഒരു കൃത്യമായിട്ടുള്ള ഒരു വൺ സൈഡ് DK നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ തന്നെ 50 രൂപ തന്നെ പ്രീമിയം നേരെ താഴ്ത്താണ് നേരെ തിരിച്ച് 1 രൂപ 55 പൈസ വരെ എത്തി നിങ്ങൾക്ക് ഈ ഒരു പർട്ടിക്കുലർ സ്ട്രൈക്കിൽ കാണാനായിട്ട് പറ്റും. സി ആ സമയത്ത് 2.40 ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തായിരുന്നു. ഞാൻ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് സ്ട്രൈക്ക് എന്ന് പറയുന്നത് 24,600 ലെവൽസിലും 24,500 ലെവൽസിലും ആയിരുന്നു. ഈ രണ്ട് സ്ട്രൈക്കുകളായിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. 2.40 എന്തായാലും സംഭവം നോക്കാം. 24,500 ലെവൽസിൽ മാർക്കറ്റിൽ നിൽക്കുന്ന ഒരു സഡൻ സ്പൈക്ക് ആയിരുന്നു മാർക്കറ്റിൽ സംഭവിച്ചത്. യു ക്യാൻ സീ ദിസ്. 2 രൂപ ഉണ്ടായിരുന്ന പ്രീമിയം അതിന്റെ ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 60 രൂപയാണ്. ഇതാണ് നമ്മൾ കൃത്യം മാർക്കറ്റിൽ വരുന്ന മാനിപ്പുലേഷൻസ് എന്നും നമ്മളുടെ മാർക്കറ്റിൽ ഉണ്ടാകുന്ന സ്പൈക്കുകൾ എന്നും നമ്മൾ ലാസ്റ്റ് എല്ലാം സെബി ഇതിന് എഗെയിൻസ്റ്റ് ആണ് ഒരുപാട് റൂൾസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത്. എക്സ്പയറി ഡേയില് പ്രീമിയംസ് ഇൻക്രീസ് ചെയ്യുക, മാർജിൻ ഫെസിലിറ്റി അഡീഷണൽ കൊണ്ടുവരണമെന്ന് പറയുക, അതെല്ലാം ഈ ഒരു സ്പൈക്കിന്റെ പേരിൽ മാത്രമായിരുന്നു സെബി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് 5 മിനിറ്റ് ക്യാൻഡിലായിരുന്നു. ഞാൻ നിങ്ങൾക്ക് അതിന്റെ 1 മിനിറ്റ് ക്യാൻഡിൽ കാണിച്ചു തരാം. സീരീസ് ഇവിടെ നോക്കിയറിയാൻ പറ്റും. 2.39 2 രൂപയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന പ്രീമിയം 2.41 ആയപ്പോഴേക്കും അതിന്റെ ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 41 രൂപയാണ് ഹൈ ക്രിയേറ്റ് ചെയ്തത്. ഏകദേശം 39 രൂപയാണ് ഒരു ഓപ്ഷൻ സെല്ലർക്ക് എഗെയിൻസ്റ്റ് മാർക്കറ്റ് പോയിരിക്കുന്നത്. 39 rupees എക്സ്ട്രീം മൂവ്മെന്റ് ആയിരുന്നു. നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സമയം പോലും കിട്ടാറില്ല ഇങ്ങനെയുള്ള സ്പൈക്കുകൾ വരാൻ നേരം. പക്ഷെ എക്സിറ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് നമുക്ക് എക്സിറ്റ് ചെയ്ത് മാറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെയും അവിടെയും മാർക്കറ്റിൽ നിന്നില്ല. ആ വോളറ്റാലിറ്റി കിക്കിങ് ചെയ്ത് 41 നിന്ന് നേരെ താഴത്തേക്ക് വന്ന് വീണ്ടും ഓൾമോസ്റ്റ് 2 rupeesലേക്ക് മാർക്കറ്റ് തിരിച്ചു വന്നു. അത് നിങ്ങൾക്ക് കാണാം. 41 41 എത്തിയത് ഓൾമോസ്റ്റ് 46 5 മിനിറ്റ് കൊണ്ട് തന്നെ 2 രൂപ എന്ന് പറയുന്ന പ്രീമിയത്തിലേക്ക് വീണ്ടും ഡിക്രീസ് ചെയ്തു. അവിടെ നിന്ന് വീണ്ടും തിരിച്ച് 26 രൂപയിലേക്ക് പോകുന്നു. വീണ്ടും തിരിച്ച് 6 രൂപ. അവിടെ നിന്ന് വീണ്ടും 60 rupeesലേക്കാണ്. നമുക്ക് എക്സ്ട്രീം വോളറ്റാലിറ്റി ആണ്. ഒരിക്കലും നമ്മൾക്ക് ഈ ക്യാൻഡിലിന്റെ ഒരു ഷേപ്പ് കണ്ടതിന് ശേഷം ഇവിടെ ട്രേഡ് എടുത്തിരുന്നെങ്കിൽ താഴത്തോട്ട് വരില്ല. നമ്മൾ അങ്ങനെ പറയാനായിട്ട് പറ്റത്തില്ല. ഈ ഒരു സിംഗിൾ ക്യാൻഡിലിൽ തന്നെ ഈ ഒരു ഒറ്റ സിംഗിൾ ക്യാൻഡിലിൽ തന്നെ മാർക്കറ്റ് 3 to 4 times ആണ് മേലോട്ട് വന്നിരിക്കുന്നത്. നമ്മൾക്ക് 1 മിനിറ്റിൽ സംഭവിച്ച കാര്യം മാത്രമേ ഈ ക്യാൻഡിൽ ഐഡന്റിഫൈ ചെയ്യാൻ. പക്ഷെ അതിന്റെ ഇടയ്ക്ക്
ഓരോ സെക്കൻഡ്സിലും മാർക്കറ്റിലെ പ്രൈസ് മൂവ്മെന്റ്സ് അല്ലെങ്കിൽ പ്രീമിയത്തിന്റെ പ്രൈസ് മൂവ്മെന്റ്സ് റിയലി ഹ്യൂജ്. സോ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടും നല്ല ബുദ്ധിമുട്ട് ഉണ്ടായ ഒരു ദിവസമായിരുന്നു. സോ നേരത്തെ പറഞ്ഞതുപോലെ 1% പ്രോഫിറ്റിൽ നിന്ന് നെറ്റ് 0 പ്രോഫിറ്റിലേക്ക് ഇന്നത്തെ ദിവസം 1% ആണ് ഇന്ന് എന്റെ ക്യാപിറ്റലിന്റെ ഏകദേശം 1% ആണ് ഇന്ന് ഈ ഒരു മൂവ്മെന്റ് കൊണ്ട് മാത്രം ഇല്ലാതായത്. സോ ദാറ്റ് ഹാപ്പൻസ് ഇൻ ദ മാർക്കറ്റ്. നമ്മൾ ഇങ്ങനത്തെ മൂവ്മെന്റ്സിന് റെഡി ആയിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരിക്കലും നമുക്ക് പ്രീ പ്ലാൻഡ് അല്ല. നമുക്ക് ഇങ്ങനത്തെ മൂവ്മെന്റ്സ് മുൻകൂട്ടി കാണാനോ പ്രെഡിക്ട് ചെയ്യാനോ പോസിബിൾ അല്ല. പക്ഷെ ഇൻ കേസ് ഇത് വരുമ്പോൾ മാക്സിമം ഏർലി എക്സിറ്റ് ചെയ്ത് മാറുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. സോ ദാറ്റ് ഇസ് ഹൗ മൈ ട്രേഡിംഗ് മെറ്റൂടെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത ഒരു ദിവസമായിരുന്നു. അവിടെ നിന്ന് നെറ്റ് 0 rupees. ആക്ച്വലി ദാറ്റ് ഇസ് അറൌണ്ട് 3,400 rupees ഉണ്ട്. 3,450 rupees എന്താണ് അത്രയും മേക്ക് ചെയ്യാനായിട്ട് സാധിച്ചുള്ളൂ. ഐ കൺസിഡർ ഇറ്റ് ആസ് എ ബ്രേക്ക് ഇവൻ ഡേ. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ ട്രേഡ് ചെയ്തിരിക്കുന്നത്. യൂഷ്വലി ഞാൻ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇന്നും ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് CPR മേലിട്ട് ഒരു ലെവൽ സ്ട്രൈക്ക് എടുത്തതിന് ശേഷം അവിടെ ഒരു കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുകയും ആ കോൾ ഓപ്ഷൻ ഹോൾഡ് ചെയ്ത് നിൽക്കുകയും തിരിച്ച് മാർക്കറ്റ് താഴത്തോട്ട് വരുന്ന സമയത്ത് പുട്ട് ഓപ്ഷൻസ് സെല്ല് ചെയ്തായിരുന്നു. പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്തിട്ട് അതിന് അധികം അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നും നടത്തിയില്ല. പക്ഷെ പ്രീമിയംസ് പെട്ടെന്ന് ഡീക്കേ പ്രീമിയംസ് ലിറ്ററലി ഡ്രാസ്റ്റിക്കലി ഡൗൺ. ഞാൻ അത് കാണിച്ചു തരുന്നു നിങ്ങൾക്ക് എങ്ങനെയാണ് സീരീസ്. ഇത് കമ്പൈൻഡ് പ്രീമിയംസ് ആയിരുന്നു. ഇത് 58 രൂപ ഉണ്ടായിരുന്ന പ്രീമിയം നേരെ കമ്പൈൻ ചെയ്ത പ്രീമിയം 58 വളരെ പെട്ടെന്നാണ് 11 മണിയായപ്പോൾ തന്നെ 8 രൂപയിലോട്ടൊക്കെ പ്രീമിയംസ് വന്നു. സോ അത്രയും പെട്ടെന്ന് നമുക്ക് DK കിട്ടിയ ഒരു ദിവസമാണ്. അതിനുശേഷമാണ് നമ്മൾ ഇതേപോലെ ഒരു സ്പൈക്ക് കാറ്റഗറിയിൽ വന്നത്. സോ ഇങ്ങനത്തെ സ്പൈക്സസ് ആണ് യൂഷ്വലി നമ്മൾക്ക് എപ്പോഴും ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഡിഫിക്കൽറ്റിയിലൊന്ന്, എക്സ്പെഷ്യലി നോൺ ഡയറക്ഷണൽ സെല്ലറാണ്. ഓക്കെ, സോ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹൗ ഐ ട്രേഡഡ് ടുഡേ. ഇന്നത്തെ ദിവസം എങ്ങനെ പോകുന്നു മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഇന്നലെ എന്നോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചായിരുന്നു. ഒന്ന് CPR ഇൻഡിക്കേറ്ററിനെ പറ്റിയിട്ടായിരുന്നു. പിന്നെ ഒന്ന് ഇന്ന് എനിക്ക് വന്നൊരു മെസ്സേജിന്റെ ഭാഗമായിട്ട് ടാറ്റ സ്റ്റീൽസിൽ ഒരു ബൈ പൊസിഷൻ കൺസിഡർ ചെയ്തപ്പോൾ അത് എന്ത് ചെയ്യണമെന്ന് ഉള്ളതായിരുന്നു. സോ ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിന്റെ കൂടെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അതിനുശേഷം നമുക്ക് CPR എന്താണ്, ഒരു ടാറ്റ സ്റ്റീലിന്റെ കുറച്ച് ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഒരു സ്വിംഗ് ട്രേഡ് എങ്ങനെ കൺസിഡർ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. സോ എനിവൺ, രതീഷ്, കിരൺ, അബ്ദുൾ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ഇന്നത്തെ ട്രേഡിങ്ങിനെ പറ്റിയിട്ട്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സാർ. നമ്മൾ ഈ പറഞ്ഞോളൂ. ടാറ്റ സ്റ്റീലിന്റെ കാര്യം ഞാനാണ് ചോദിച്ചത്. അബ്ദുൾ, ടാറ്റ സ്റ്റീലിന്റെ ഞാൻ ഡിസ്കസ് ചെയ്യാവേ. ഇത് ഓക്കെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത ശേഷം നമുക്ക് ടാറ്റ സ്റ്റീലിന്റെ കാര്യത്തിലേക്ക് വരാം. ഓക്കെ ഓക്കെ ഓക്കെ. സാറേ, നമ്മുടെ ഈ സ്റ്റോക്സിന്റെ ഡീറ്റെയിൽസ് സാർ ഏത് ഗ്രൂപ്പിലാണ് ഷെയർ ചെയ്യുന്നത്? ഞാൻ ഫയേഴ്സിന്റെ ഇനിഷ്യേറ്റഡ് ഗ്രൂപ്പിലായിരുന്നു. സ്റ്റോക്സിന്റെ ഡീറ്റെയിൽസ് അല്ല ഷെയർ ചെയ്തത്. ഞാൻ എടുത്ത പൊസിഷൻസ് ഞാൻ പൊസിഷന്റെ അതെ ഫയേഴ്സ് ഇനിഷ്യേറ്റഡ് ഗ്രൂപ്പിലായിരുന്നു. ഓക്കെ, അതിനകത്ത് നമുക്ക് ആക്സസ് ചെയ്യാൻ എന്താണ്, എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ, എങ്ങനെയാണ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ചെയ്യേണ്ടത് ഫയേഴ്സിന്റെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് നിർബന്ധമായിരുന്നു. ഒരു ഫയേഴ്സിന്റെ ഡിമാറ്റ് അക്കൗണ്ട് ഒരു ആക്റ്റീവ് അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ആക്സസ് കിട്ടാവുന്നതായിരുന്നു. കുഴപ്പമില്ല. ഞാൻ സാർ അത് ഷെയർ ചെയ്തിട്ടില്ല. ഞാൻ സാറിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സാർ റിപ്ലൈ ചെയ്തിട്ടില്ല. ഡീറ്റെയിൽസ് ചോദിച്ചായിരുന്നു. ഞാൻ ഇന്ന് ശരി, ഈ സെക്ഷൻ കഴിയുമ്പോൾ ഞാൻ ചേരാം. എനിക്ക് ഒരു മെസ്സേജും കൂടെ കിരൺ, ഇന്നത്തെ ട്രേഡിങ്ങിനെ പറ്റിയിട്ടോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സ്പൈക്കുകൾ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 2 rupees എന്നുള്ള പ്രീമിയം 60 രൂപയിലോട്ടൊക്കെ മിനിറ്റുകൾക്കകം കൊണ്ടുപോയി എത്തിക്കുന്നത്. എങ്ങനെ പോയാലും സപ്പോസ് ഇതിന്റെ ഒരു ഇമ്പാക്റ്റും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സപ്പോസ് ഇപ്പൊ ഒരാള് ട്രേഡ് ചെയ്യുന്നത് 100 ക്വാണ്ടിറ്റി ആണ് കരുതുക, 100 ലോട്ടുകളാണ് കരുതുക. സോ ഹി വിൽ ബി ഹാവിങ് അറൌണ്ട്
7500 ക്വാണ്ടിറ്റീസ് ആളുടെ കയ്യിൽ ഉണ്ടാവും. സോ 2 rupees ഉള്ള ഒരു പ്രീമിയം ആള് സെല് ചെയ്തിരിക്കുന്നത് 7500 ഇൻറ്റു 2 ഏകദേശം 15,000 rupees മാത്രം പ്രോഫിറ്റ് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും. എന്ന് വെച്ചാൽ മാർക്കറ്റ് അവസാനിക്കാറായി, അധികം പ്രീമിയംസോ കാര്യങ്ങളോ ഒന്നും മാർക്കറ്റിൽ നിന്ന് ലഭിക്കാനില്ല. സോ അവസാനത്തെ പെന്നീസ് തിരിച്ചെടുക്കാലോ എന്ന് കരുതിയിട്ടായിരിക്കും അവർ സെല് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഫ്രം 2 rupees it went to 60 rupees. സോ അവിടെ ഏകദേശം 58 rupeesന്റെ പ്രീമിയം മൂവ്മെന്റ് ഉണ്ടായി. സോ 58 rupees into 7,500, ഓൾമോസ്റ്റ് 4,35,000 rupeesന്റെ ലോസ്. ഇല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നത് MTM സ്വിംഗ് ഉണ്ടാവും. സോ ഒബ്വിയസ്ലി 15,000 രൂപ പ്രോഫിറ്റ് എടുക്കാൻ നിന്ന ഒരാള് 3,35,000 രൂപ ആളുടെ MTMല് ലോസ് ആയിട്ട് കാണുമ്പോൾ അത് ബുക്ക് ചെയ്യും. ഡെഫിനറ്റ്ലി അത് നമ്മളാണെങ്കിലും സൈക്കോളജിക്കൽ പരമായിട്ട് നോക്കിയാലും മതി, നമ്മൾ അത് ബുക്ക് ചെയ്യാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റി ഉണ്ട്. ബിക്കോസ് നമുക്ക് ഈ ഒരു സാഹചര്യം നമുക്ക് അറിയത്തില്ല, വീണ്ടും ഒരു മേളിലോട്ട് പോകുമോ താഴത്തോട്ട് വരുമോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് ഈ സ്പൈക്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നമ്മളെ കൊണ്ട് ഏറ്റവും ഹൈയസ്റ്റ് പോകുന്നത് ബുക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. സോ ഈ ഒരു പൊസിഷൻ 15,000 rupees വേണ്ടി ഹോൾഡ് ചെയ്ത് നിന്നിരുന്നുവെങ്കിലും സാർ അത് മാത്തമാറ്റിക്കൽ എനിക്ക് മനസ്സിലായില്ല സാർ. ഇത് 75 ക്വാണ്ടിറ്റി ഇല്ലേ? അല്ല 75 ക്വാണ്ടിറ്റി ഇൻറ്റു 100 ആണോ? പറഞ്ഞില്ല, 100 ലോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോഡ് 75 ക്വാണ്ടിറ്റി. സോ 7,500 നമ്പേഴ്സ്. അണ്ടർസ്റ്റുഡ്? ആ 100 ലോട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളുടെ കാര്യങ്ങൾ പറയുന്നത് 100 ലോട്ട് എന്ന് പറയുമ്പോൾ 700 ലോട്ട്സ് അല്ലേ? നമ്പേഴ്സ് എങ്ങനെ വരുന്നത്? ലോട്ട്സ് അല്ലേ? അല്ല, ഇത് ക്വാണ്ടിറ്റീസ് ആണ്, നമ്പേഴ്സ് അല്ല, ഇത് ക്വാണ്ടിറ്റീസ് ആയിരിക്കും. അപ്പൊ ലോട്ടുകളല്ല, 7,500 ലോട്ടുകളല്ല, 7,000. സാർ 7,500 ലോട്ടിന് 15,000 2 വെച്ചിട്ടാണ് സാർ ഉദ്ദേശിക്കുന്നത്? 2 രൂപ വെച്ചിട്ടാണ് അല്ലേ? 2 രൂപ വെച്ചിട്ടല്ല നമുക്ക് അവിടെ കിട്ടാനായിട്ടുള്ള ഒരു സാർ ഈ 15,000 രൂപ എങ്ങനെ കിട്ടിയത്? സോറി, ഈ 15,000 രൂപ എങ്ങനെ സാറിന് കിട്ടിയത്? ഓക്കെ, അതാണ് ഈ പറഞ്ഞത്. ഈ 7,500 നമ്പേഴ്സ് ആണ് നമ്മളുടെ കയ്യിൽ ഉള്ളത്. ഓക്കെ, അത് ഇത് അണ്ടർസ്റ്റുഡ് അല്ലേ? സോ 2 രൂപ ആണ് പ്രീമിയം എങ്കിൽ പ്രീമിയം ഓക്കെ 2 രൂപയുടെ സാധനം. ഓക്കെ 2 രൂപയുടെ സാധനമാണ് 1,500 രൂപയ്ക്ക് മേടിച്ചു. പ്രോഫിറ്റ് നമ്മൾ സെല് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക അപ്പോഴത്തേന് മാക്സിമം പ്രോഫിറ്റ് 15,000. ഓക്കെ സെല്ല് ചെയ്യുമ്പോ ഞാൻ ബൈങ് ടൈംസിലാണ് നോക്കിയത്, അതാ ഞാൻ ചോദിച്ചത്. ഞാൻ ബൈങ് ടൈംസിലാണ് നോക്കിയത്. ഓക്കെ, അപ്പൊ നമ്മൾ സെല് ചെയ്യുവാണെങ്കിൽ ആ. 15,000 ആണ് നമുക്ക് കിട്ടാവുന്ന മാക്സിമം പ്രോഫിറ്റ് അവിടെ ആ ഒരു പൊസിഷനിൽ. ഓക്കെ സാർ, അപ്പൊ അതിന് വേണ്ടി എമൗണ്ട് എത്ര വേണ്ടി വരും? ഇത്രയും രൂപ സെല്ല് ചെയ്യണമെങ്കിൽ എത്ര രൂപ എമൗണ്ട് വേണ്ടി വരും? അത് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു, ഞാൻ നോക്കിയിട്ട് പറയാം. ജസ്റ്റ് 100 ലോട്ട്സ് സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെർ ലോട്ട് നമുക്ക് ചെയ്യാനായിട്ട് ഒരു 1 lakh rupees ആണ് വേണ്ടത്. 100 ലോട്ട് ചെയ്യാനായിട്ട് 1 CR ക്യാപിറ്റൽ ഉള്ള ഒരാൾ ഓൾമോസ്റ്റ് 100 ലോട്ട്സ് ചെയ്യും. 1 CR ക്യാപിറ്റൽ ഉള്ള ആൾക്കല്ലേ? എന്നാലും നമ്മളെ പോലെ മിഡിൽ ക്ലാസ് ഉള്ള ആൾക്കാർക്കൊക്കെ എത്ര ഓഡിറ്റ് പറ്റത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ? നമ്മൾ എങ്ങനെ ഈ കണക്ക് നമ്മൾ എങ്ങനെ നോക്കിയാലും ഇത് എന്താണെന്നറിയാം, നമ്മൾ ഇത് 10 ലോട്ട്സ് നോക്കിയാലും ശരി, നമ്മളുടെ പെർസെൻറ്റേജ് വൈസ് റിട്ടേൺസ് എപ്പോഴും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പൊ സപ്പോസ് ഇത് നമ്മൾ 1,500 രൂപ കിട്ടാനായിട്ടായിരിക്കും ഇത് സെല് ചെയ്തിരിക്കുന്നത്. 10 ലോട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. 10 lakhs rupees, ഓൾമോസ്റ്റ് 10 lakhs നമ്മൾ സെല്ലിംഗ് പ്രൈസിൽ നോക്കാൻ നേരം നമ്മൾ ക്യാപിറ്റലായിട്ട് വെച്ചാൽ മാത്രം നമുക്ക് പോസിബിളി അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് സെല്ലിങ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ 1,500 ആയിരിക്കും ഉദ്ദേശിക്കുന്ന മാക്സിമം പ്രോഫിറ്റ്. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ പെർസെൻറ്റേജ് വൈസ് നോക്കിയാലും ഓൾമോസ്റ്റ് ദ സെയിം വിൽ ഹാപ്പൻ. നമ്മളുടെ ക്യാപിറ്റലിന്റെ 5% അടുത്ത് ഒരു ഒറ്റ സ്പൈക്ക് കൊണ്ട് നമുക്ക് ലോസ് ആകാൻ പോസിബിലിറ്റി ഉണ്ടാവും. സാർ അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷനിൽ നമുക്ക് ഓപ്ഷൻ ബൈങ് അല്ലേ കുറച്ചും കൂടെ നല്ലത്? കാരണം ഓപ്ഷൻ ബൈങ് ആണെങ്കിൽ 2 രൂപയുടെ സാധനം എങ്ങനെ പോയാലും 0 ആകത്തുള്ളൂ. ഇപ്പൊ 2 - 0 അത്ര
ലാഭം മീൻസ് നഷ്ടം അത്രയല്ലേ വരത്തുള്ളൂ. പക്ഷെ ലാഭമാണെങ്കിൽ 10x50 30x. അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ ഓപ്ഷൻ ബൈയിങ് അല്ലേ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയിട്ട് നോക്കുമ്പോൾ സേഫ്. അതെ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ സാഹചര്യം നമ്മൾ എപ്പോഴും വരുമെന്ന് നമ്മൾക്ക് ഇപ്പൊ മാർക്കറ്റിന്റെ കാര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഈ ഒരു പോസിബിലിറ്റി അൺപ്രഡിക്റ്റബിൾ സിറ്റുവേഷൻസിൽ മാത്രം സംഭവിക്കുന്നത്. ഞാൻ ഇപ്പോ ഇതേപോലത്തെ ഒരു സ്പൈക്ക് നമ്മളുടെ മാർക്കറ്റിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 3 മന്ത്സിന് അടുത്തായിട്ടുണ്ട്. സെബിയുടെ റെഗുലേഷൻസിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു സ്പൈക്ക് പിന്നെ മാർക്കറ്റിൽ വരുന്നത്. ഡെഫിനറ്റ്ലി ഈ ഒരു 3 മാസവും നമ്മൾ ഈ ₹2 ബൈ ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ 3 മാസ കാലയളവ് ഈ ₹2 സീറോയിലോട്ട് പോവുകയും ചെയ്യും. വൺ ടൈം നമുക്ക് കിട്ടി. പക്ഷെ കിട്ടിയപ്പോഴും നമ്മൾ ₹60 തന്നെ എക്സിറ്റ് ചെയ്യണമെന്നില്ല. ആ ഒരു ₹2 ചിലപ്പോൾ ₹25 നമ്മൾ അത് എക്സിറ്റ് ചെയ്യും. പക്ഷെ ₹25 ഒരു തവണ കിട്ടാനായിട്ട് നമ്മൾ എത്ര തവണ നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത് മനസ്സിലായി. ഓൾമോസ്റ്റ് 3 ഈ 3 എന്ന് പറയുമ്പോൾ മനസ്സിലായി 3 മന്ത്സ് കൂടുമ്പോഴാണോ വരുന്നത് ഇങ്ങനെ? അല്ലല്ല അങ്ങനെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. എപ്പോ വരും സ്പൈക്കുകൾ മാർക്കറ്റിനെ ഇതേപോലെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് എപ്പോ മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു ഇതേപോലത്തെ സ്പൈക്കുകൾ ഏത് സാറേ സംഭവം ഇതെന്ന് പറയുന്നത് ഇത് സാധാരണ മാർക്കറ്റിൽ എക്സ്പയറി ഡേറ്റ് 2-2.5 ശേഷം വരുന്ന ഒരു പ്രതിഭാസമാണ് സാധാരണ. എല്ലാ മാർക്കറ്റ് എക്സ്പയറിനും ഈ 2.5 ശേഷം ഇതേപോലെ സ്പൈക്ക് വലിയ വലിയ സ്പൈക്കുകളൊക്കെ വരുമല്ലോ സാധാരണ പൊതുവെയായിട്ട് മൂവ്മെന്റ് വരും. പിന്നെ സപ്പോസ് ഒരു സൈഡിലോട്ടുള്ള ഒരു പർട്ടിക്കുലർ മൂവ്മെന്റ് നമുക്ക് പ്രശ്നമില്ല. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടും അഡീഷണൽ ക്വാണ്ടിറ്റി സെല് ചെയ്ത് നമുക്ക് ആ ഒരു പ്രീമിയം കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മൂവ്മെന്റ് അല്ല, ഇതിനെ നമ്മൾ സ്പൈക്ക് ആയിട്ട് മാത്രമേ കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം ഇതിപ്പോ 1 മിനിറ്റ് ക്യാൻഡിൽസിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ഒറ്റ മിനിറ്റിൽ ₹2 നിന്ന് ഇതിന് 41 പോകാനായിട്ട് വെറും 2 മിനിറ്റേ എടുത്തുള്ളൂ. എത്ര ശതമാനം മൂവ്മെന്റ്? ഓൾമോസ്റ്റ് 1500% ആണ് ആ മൂവ്മെന്റ് സംഭവിച്ചിരിക്കുന്നത്. നമ്മളുടെ നിഫ്റ്റിയുടെ കാര്യത്തിലേക്ക് വന്നാലും ഇന്ന് ഒരു ദിവസം കൊണ്ട് 0.82% മാത്രമേ നീങ്ങിയിട്ടുള്ളൂ. ആ ഒരു സാഹചര്യത്തിലാണ് അതിന്റെ 1500 ഇരട്ടിയാണ് 2 മിനിറ്റിൽ ഒരു പ്രീമിയം പ്രൈസിങ് നീങ്ങിയിരിക്കുന്നത്. ഡെഫിനറ്റ്ലി അത് സ്പൈക്ക് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാവൂ. ഒരിക്കലും നമ്മൾ ഇതൊരു മൂവ്മെന്റ് അല്ല, ഇതൊരു സ്പൈക്ക് ആണ്. പ്യുവർലി നമ്മളുടെ മാർക്കറ്റിനെ അവർ ബൈ ഓർഡേഴ്സും അഡീഷണൽ സെൽ ഓർഡേഴ്സും കീപ്പ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് ഇതേപോലത്തെ സ്പൈക്സസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ കുറെ റാൻഡംലി ഓക്കെയാണ്. സെൻസെക്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ₹2 പ്രീമിയംസ് ₹340 വരെയൊക്കെ ഒരു സിംപിൾ സ്പൈക്കിൽ എന്ന് വെച്ചാൽ 2 മിനിറ്റിൽ പോയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ക്വൈറ്റ് മാനേജബിൾ. റിസ്ക് നമുക്ക് കുറച്ച് വെക്കാനായിട്ട് സാധിക്കും. മറ്റേതെന്ന് പറയുന്നത് നമുക്ക് റിസ്ക് ഒന്നും ഒരിക്കലും കുറച്ച് വെക്കാൻ സാധിക്കില്ല. എപ്പോഴും ഹെവി റിസ്ക് നമ്മൾ അതിനകത്ത് എടുക്കേണ്ടി വരും. സോ ഇങ്ങനത്തെ സ്പൈക്കുകൾ വരുമ്പോൾ നമ്മൾ അതിനെ സ്പൈക്കിന് മാനേജ് ചെയ്യാൻ നോക്കുക. പകരം നമ്മൾ ₹2 പ്രീമിയം ₹60 പോയിട്ട് അവിടെ നിന്ന് ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്തതിനെ ക്യാപ്ചർ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് എത്ര തവണ സംഭവിക്കുന്നു വെച്ചാൽ 100-ൽ 2 തവണ ചിലപ്പോൾ നമുക്ക് സാധിക്കും. ബാക്കി 98 ടൈംസും നമ്മളുടെ പ്രീമിയം അത് നേരെ സീറോയിലോട്ട് പോകും. സോ 2 തവണയും നമുക്ക് അത് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് കംപ്ലീറ്റ്ലി ക്യാപ്ചർ ചെയ്യണമെന്ന് നിർബന്ധവുമില്ല. സോ എപ്പോഴും അതുകൊണ്ട് തന്നെയാണ് സെല്ലിങ്ങിൽ തന്നെ പ്രിഫർ ചെയ്യുന്നത്. അണ്ടർസ്റ്റുഡ്? ഓക്കെ. ഇനി 2 കാര്യങ്ങളുണ്ടായിരുന്നു എന്നോട് ചോദിച്ചത്. അതിലൊന്ന് CPR ഇൻഡിക്കേറ്ററിനെ പറ്റിയിട്ടാണ്. കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുമെന്ന് ചോദിച്ചിരിക്കുന്നത്. CPR ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഇത് CPR ഇൻഡിക്കേറ്റർ ആണ്. വളരെ നാരോ ആയിട്ടുള്ള CPR ഇൻഡിക്കേറ്റർ ആണ്. അതേപോലെ തന്നെ ഇന്നലത്തെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ വൈഡ് ആയിട്ടുള്ള CPR ഇൻഡിക്കേറ്റർ ആണ്. എന്തുകൊണ്ടാണ് നാരോ CPR ഇൻഡിക്കേറ്റർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു പർട്ടിക്കുലർ റേഞ്ചിന്റെ അകത്ത് തന്നെ അന്നത്തെ ദിവസം ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പിറ്റേ ദിവസത്തെ CPR ഇൻഡിക്കേറ്റർ എപ്പോഴും നാരോ ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നാരോ CPR ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ട്രെൻഡിങ് ഡേ ആകാനായിട്ടുള്ള ഒരു ക്രൈറ്റീരിയയാണ് ഞാൻ കാണുന്നത്. യൂഷ്വലി വൈഡർ CPR ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിന്റെ തലേ ദിവസം
നല്ല മൂവ്മെന്റ്സ് ഓൾറെഡി സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് CPR വൈഡ് ആയിട്ട് നിൽക്കുന്നത്. എന്താണ് CPR എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്രീവിയസ് ഡേയിലെ പ്രൈസ് ആക്ഷന്റെ ആവറേജ് ആയിരുന്നു. ഓക്കെ, സോ ഈ ഒരു പ്രൈസിന്റെ ഇടയിലാണ് പ്രീവിയസ് ഡേയിൽ ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് നടന്നിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്തിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ CPR നോക്കിക്കഴിഞ്ഞാൽ 24,840 ലെവൽസിലും ഇവിടെയാണെങ്കിൽ 24,740 ലെവൽസിലും. സോ ഈ 100 റുപ്പീസിന്റെ ഇടക്കാണ് തലേ ദിവസം. സപ്പോസ് ഇന്ന് നമ്മൾ നോക്കുന്നത് 21st സ്റ്റാർട്ടായിരുന്നു. 20th ഏറ്റവും കൂടുതൽ മണി സ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ ഏരിയക്ക് അടുത്തായിരുന്നു. സോ അങ്ങനെ വരാൻ നേരം നെക്സ്റ്റ് ഡേയിലേക്ക് വരാൻ നേരം സപ്പോസ് ഇപ്പോ 20th ഒരു 5,000 crore റുപ്പീസ് മാർക്കറ്റിലെ പ്രൈസും ബിഐസും ആയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ CPRന്റെ മേളിലോട്ട് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ ദാറ്റ് ഇസ് കൺസിഡർ ആസ് എ ട്രെൻഡിങ് ഡേ, ഇല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഡേ ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യാനും. നെക്സ്റ്റ് ഡേ CPRന് താഴത്തോട്ടാണ് മാർക്കറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ, CPRനെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇന്നലെ എന്താണ് എമൗണ്ട് വന്നിരിക്കുന്നത് അതിലും കുറച്ചാണ് എമൗണ്ട് വന്നിരിക്കുന്നതെന്നും മാർക്കറ്റ് ഒരു നെഗറ്റീവ് ട്രെൻഡിലാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് ഇതേപോലെ ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. ഇതൊരു മണി കൺസെപ്റ്റിൽ നമ്മൾ ഇതിനെ കാണണമെന്ന് മാത്രം. എന്നിട്ട് അതിൽ നിന്ന് ചെറിയൊരു ഇൻഡിക്കേഷൻ, ഇല്ലെങ്കിൽ നമ്മൾക്ക് ട്രേഡ് ചെയ്യാവുന്ന എന്തെങ്കിലും ഒരു ഇൻഡിക്കേഷൻ കിട്ടുമെങ്കിൽ അത് എടുക്കാനായിട്ട് ശ്രമിക്കണം. സോ ഈ രീതിയിലാണ് നമ്മൾ CPR എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യേണ്ടത്. എപ്പോഴും CPR ഇൻഡിക്കേറ്റർ ഒരു നല്ലൊരു ഇൻഡിക്കേറ്റർ ആയിട്ട് പ്രവർത്തിക്കാറുണ്ട്. CPR ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് തന്നെ കാണാം. തിരിച്ചു പോയിട്ട് CPRൽ സപ്പോർട്ട് എടുത്തതിന് ശേഷമാണ് മാർക്കറ്റ് വീണ്ടും താഴത്തോട്ട് വന്നിരിക്കുന്നത്. ഇതേപോലെയുള്ള ഇൻഡിക്കേഷൻ നമുക്ക് യൂഷ്വലി പല ഭാഗങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. CPRലേക്ക് വരാൻ നേരം എക്സാക്ട്ലി CPR ലെവൽസിൽ സപ്പോർട്ട് എടുത്ത് മാറുമെന്നല്ല പറയുന്നത്. പക്ഷേ ഇവിടെ നോക്കിയാലും CPRന്റെ അപ്പർ ബാൻഡിൽ ടച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റ് മേലോട്ട് പോകുന്നത്. മേലിൽ നിന്ന് വരുന്ന മാർക്കറ്റ് CPR ലെവൽസിൽ കൺസോളിഡേറ്റ് ചെയ്തതിനു ശേഷമാണ് തിരിച്ച് മേലോട്ട് പോകുന്നത്. സോ ഒരുപാട് ഹെവി വോളറ്റൈൽ ആയതുകൊണ്ട് മാർക്കറ്റിൽ ഇത് വർക്ക് ആവുന്ന വലിയ കാര്യങ്ങളില്ല. കാര്യം അത്രയും വോളറ്റൈൽ ആയ മാർക്കറ്റ്. യൂഷ്വലി ഇങ്ങനെ ഒരു ദിവസമാണ് CPRൽ ഒരുപാട് റേഞ്ച് ഔട്ട് ആയിട്ടാണ് ക്യാൻഡിൽ ഓപ്പൺ ആവുന്നതെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി കോൾ ഓപ്ഷൻ ആണ് സെൻഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം വന്നതിലും ഒരുപാട് എമൗണ്ട് കൂടുതൽ ഓൾറെഡി മാർക്കറ്റ് സ്പെൻഡ് ആയി കഴിഞ്ഞു. സോ മാർക്കറ്റ് ഒന്ന് റിവേഴ്സ് ആയി കോൾ ഓഫ് ആയി തിരിച്ചു പോകാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് കണ്ടിട്ടാണ് CPRലേക്ക് തിരിച്ചു വരാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി. പക്ഷെ ഇത് എന്റെ വ്യൂസിനും എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇവിടെ പോയിരിക്കുന്നത്. നിങ്ങൾക്കാണ് CPR എന്ന് പറയുന്ന ഇൻഡിക്കേറ്ററിനെ ബ്ലൈൻഡ്ലി ബിലീവ് ചെയ്യരുതെന്നും, പക്ഷെ എന്നാൽ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ഇൻഡിക്കേഷൻസ് എടുക്കാൻ സാധിക്കുമെന്നുമാണ് ഈ പറഞ്ഞു തരുന്നത്. മനസ്സിലാക്കുക. ഇവിടെ നോക്കിക്കേ, CPR ലെവൽ ബ്രേക്ക് ചെയ്തതിനു ശേഷമാണ് അവർ അത്രയും വലിയ ഫോളോ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ആണെങ്കിൽ നമ്മുടെ CPR ലെവലിൽ നിന്ന് ഒരുപാട് താഴത്തേക്ക് ഓപ്പൺ ആയി തിരിച്ച് CPR ലെവൽസിലോട്ട് പോകുന്ന ഒരു മാർക്കറ്റിനെ കാണാം. ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ പുട്ട് ഓപ്ഷൻസ് സെല് ചെയ്താൽ, ഇവിടെ പുട്ട് ഓപ്ഷൻസ് സെല് ചെയ്താൽ നമുക്ക് അന്നത്തെ ദിവസം ഹെവി പ്രോഫിറ്റ് കിട്ടാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. കാര്യം ഈ ഒരു ഒറ്റ ക്യാൻഡിൽ മതി നമ്മൾ 50 റുപ്പീസിന് ഇവിടെ ഒരു പ്രീമിയം സെല് ചെയ്തെങ്കിൽ അത് 20 റുപ്പീസിലേക്ക് ഓൾറെഡി ഈ ഒരു ക്യാൻഡിലിന് ശേഷം തന്നെ 20 റുപ്പീസിലോട്ട് പോയി കാണും. സോ ആ ഒരു പോസിബിലിറ്റി അവിടെ നമുക്ക് കാണും. സോ CPRനെ പറ്റിയിട്ട് ഒരുപാട് ബുക്സും കാര്യങ്ങളുണ്ട്. റെഫർ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ റെഫർ ചെയ്യാൻ ഞാൻ ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്ത് തരാം ഏതൊക്കെയാണ് ബുക്സും കാര്യങ്ങളും. ഞാനോ? ഞാൻ മൂത്രയ്ക്കാൻ പോയാ. സോ ഇതും CPR ലെവലിന്റെ മേളിൽ ട്രേഡ് ചെയ്യുന്ന നിങ്ങൾ കാണാൻ പറ്റും. CPR ആണ് അതിന്റെ ഒരു ബേസ് സപ്പോർട്ടായിട്ട് ഈ ലെവൽ കംപ്ലീറ്റ് എടുക്കുന്നത്. ഇതും CPR ബ്രേക്ക് ചെയ്ത് മേളിലോട്ട് പോകുന്നു. അതേപോലെ തന്നെ ഇവിടെ CPR ലെവൽ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരുന്ന മാർക്കറ്റ് കംപ്ലീറ്റ് ഫോള് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇതാണ് CPR ഇൻഡിക്കേഷൻ എടുക്കേണ്ടത്. നേരത്തെ ഞാൻ പറഞ്ഞൊരു ഉദാഹരണമാണ്. മാർക്കറ്റ് മേളിൽ ഓപ്പൺ ആവുന്നു, താഴത്തോട്ട് വന്ന് CPR സപ്പോർട്ട് എടുക്കുന്നു, തിരിച്ചു പോകുന്നതായിട്ട് കാണാൻ. സോ CPR ഇൻഡിക്കേഷൻ സംശയം, CPR റെസ്പെക്ട് ചെയ്യുന്ന സമയങ്ങളിൽ ഇതിന്റെ എൻട്രി ക്രൈറ്റീരിയ എങ്ങനെയാണ്?
മീൻസ് ഇതിന് 3 ലൈൻസ് ആണല്ലോ നോർമലി ഉള്ളത്. ആ. സെൻട്രലിലെ ഇതാണല്ലോ പിവറ്റ് ഇതായിട്ട് വരുന്നത് അല്ലേ? അതെ. ടോപ്പിലെ ഹൈയും ബോട്ടം ലോയും. അതെ. അപ്പൊ അതിന്റെ എൻട്രി ക്രൈറ്റീരിയ എങ്ങനെ? ഏത് സെൻട്രലാണോ നോക്കേണ്ടത് അതോ ബോട്ടത്തിൽ നിന്നുള്ളതാണോ? ഇപ്പം ബോട്ടത്തിൽ നിന്നാണോ ബൈ എടുക്കേണ്ടത്? എങ്ങനെയാന്ന് അതുകൂടെ ഒന്ന് പറയാം. എപ്പോഴും ഇല്ല, നമ്മൾ CPR ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മൾ CPR ബ്ലൈൻഡ്ലി ബിലീവ് ചെയ്തിട്ട് നമ്മൾ ട്രേഡ് എടുക്കാൻ പാടില്ല. അവിടെയും നമ്മളുടെ മണി മാനേജ്മെന്റ് എന്താണോ അത് നമ്മൾ നോക്കിയിരിക്കണം. നമ്മളുടെ റിസ്ക് റിവാർഡ് എന്താണോ ഈ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് മാത്രമേ ട്രേഡ് എടുക്കാം. സപ്പോസ് നമ്മുടെ CPRലേക്ക് മാർക്കറ്റ് അടുത്ത് ഈ ഒരു ലെവലിൽ ഇവിടെ ഒരു ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എടുക്കാം. പക്ഷെ ഇതിനകത്ത് നമ്മൾ എൻട്രിക്ക് പോകേണ്ട പ്രൈസും ഇല്ലെങ്കിൽ നമ്മൾ ട്രേഡ് എടുക്കുന്ന ക്വാണ്ടിറ്റി അത് എപ്പോഴും സ്മോളർ ക്വാണ്ടിറ്റീസ് എടുക്കാൻ നോക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇൻഡിക്കേറ്ററിനെ ബ്ലൈൻഡ്ലി ബിലീവ് ചെയ്ത് നമുക്ക് ട്രേഡ് എടുക്കാനായിട്ട് പോസിബിൾ അല്ല. സപ്പോസ് നമുക്ക് ഇവിടെ കാണുന്നത് പോലെ തന്നെ CPRനെ തിരിച്ച് CPRയിൽ നിന്ന് ബ്രേക്ക് എടുത്ത് മേലോട്ട് പോകുന്ന ഒരു ട്രേഡ് ആണ് ഇവിടെ വരുന്നത്. സോ നമ്മൾ മേലോട്ടുള്ള ഒരു ട്രേഡ് കോൾ ഓപ്ഷൻ ബൈ ചെയ്താൽ കൂടി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇതിന് താഴത്ത് ഉണ്ടാവുന്നു. എപ്പോഴും CPR ലെവലിൽ നിന്ന് ഒരുപാട് മാർക്കറ്റ് വിട്ടുപോയെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ സീരീസ് തിരിച്ചു വന്ന് എക്സാക്ട്ലി CPRന് സപ്പോർട്ട് എടുത്ത് മേലോട്ട് പോയി. ഈ ഒരു ട്രേഡിങ് സ്റ്റോപ്പ് ലോസ് ഞാനായിരുന്നു ട്രേഡ് എടുക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ലെവൽസിൽ ഉണ്ടാവത്തുള്ളൂ. കാരണം CPRയിൽ നിന്ന് ഞാനിപ്പോൾ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തെന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും താഴത്തോട്ട് വന്ന് എൻ്റെ വാല്യൂ പോയിന്റ്സ് എല്ലാം ശരിയല്ല എന്ന് എന്നെ ഉറപ്പുവരുത്തുന്നത് വരെ ഞാൻ ആ ട്രേഡിൽ ഹോൾഡ് ചെയ്ത് നിൽക്കേണ്ടതായിട്ടുള്ള എല്ലാ ആവശ്യമുണ്ട്. സോ ഇവിടെ എന്തുമാത്രം റിസ്ക് എനിക്ക് എടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ എനിക്ക് തരുന്ന സ്റ്റോപ്പ് ലോസ് ഓൾമോസ്റ്റ് ഈ ഒരു കേസിൽ വരാൻ നേരം 70 പോയിന്റ്സിന്റെ സ്റ്റോപ്പ് ലോസ് കിട്ടുന്ന പൊസിഷന് ഞാൻ ഇവിടെ എടുക്കത്തുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ മാനേജ് ചെയ്യേണ്ടത് പൊസിഷൻ സൈറ്റിംഗ് ആണ്. എന്നിട്ട് CPRനെ ബ്ലൈൻഡ്ലി ബിലീവ് ചെയ്ത് നമുക്ക് ട്രേഡ് എടുക്കാം. സോ പൊസിഷൻ സൈറ്റിംഗ് ഈ ഒരു ക്രൈറ്റീരിയയിൽ ഇമ്പോർട്ടന്റ് ആണ്. സോ ഏത് പൊസിഷനിൽ ഇവിടെ ഞാൻ CPRയിൽ നിന്ന് തിരിച്ചു പോകുന്ന മാർക്കറ്റിൽ ട്രേഡ് എടുത്താലും ശരി, എന്നെ സംബന്ധിച്ചിടത്തോളം ആ 24,000 എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്യുന്നത് വരെ ആ ഒരു ട്രേഡിൽ ഹോൾഡ് ചെയ്ത് നിൽക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അത് മനസ്സിലായിരുന്നു? മനസ്സിലായി. ഓക്കെ. സോ ഇനി അബ്ദുൾ ചോദിച്ച ഒരു ഡൗട്ടും കൂടെ ഉണ്ടായിരുന്നു. ടാറ്റ സ്റ്റീലിന്റെ കാര്യം സെയിം ആസ് നമ്മൾ എപ്പോഴും അതിൽ ടാറ്റ സ്റ്റീലിന്റെ ചാർട്ടായിരുന്നു കേട്ടോ. എന്നോട് പറഞ്ഞത് 165 രൂപയ്ക്ക് ആണ് സ്വിംഗ് ട്രേഡ് ആകുന്നേരം എപ്പോഴും വൺ ഡേ ക്യാൻഡിൽസ് ആണ് പ്രിഫർ ചെയ്യാറ്. 165-75 ലെവൽസിലാണോ ഈ ട്രേഡ് എടുത്തിരിക്കുന്നത്? അതെ അത് ഇച്ചിരി പഴയ ഹോൾഡിങ്. പക്ഷെ ഞാനത് ഇതാക്കിയിട്ടില്ല. SL കീപ്പ് ചെയ്യാതെ ഹോൾഡിംഗ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്തിരിക്കുകയായിരുന്നു. ഇപ്പൊ ഏകദേശം ഒരു ആ റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ക്യാപിറ്റലിന്റെ ഫുൾ പെർസെന്റേജ് ഇതിനകത്തേക്ക് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടോ? ക്യാപിറ്റലിന്റെ ഒരു ഭാഗം മാത്രമാണ് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. ക്യാപിറ്റലിന്റെ ഏകദേശം ഓക്കെ, കുഴപ്പമില്ല. 1% മാത്രമേ ക്യാപിറ്റലിന് ഹോൾഡ് ചെയ്തിട്ടുള്ളെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്നും പേടിക്കാനായിട്ടില്ല. ഈ സ്റ്റോക്കിന്റെ പ്രൈസ് 0 പോയാൽ കൂടി ഒരിക്കലും ക്യാപിറ്റലിന്റെ 1% കൂടുതൽ നഷ്ടപ്പെടുത്തില്ലല്ലോ. അതുകൊണ്ട് ഈ സ്റ്റോക്ക് ആഴ്ചക്കാലം ഹോൾഡ് ചെയ്താൽ ഒരു പ്രശ്നമില്ല. നല്ല സ്റ്റോക്കാണ്, ഫണ്ടമെന്റലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. സ്റ്റാർട്ട് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അപ്രണ്ടില് ഉള്ള ഒരു കമ്പനി എപ്പോഴും നമുക്ക് ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എത്ര നാളായാലും ശരി വി ക്യാൻ ഹോൾഡ്. പക്ഷെ ഇപ്പോ നമുക്കൊരു 20% വരെയൊക്കെ ഒരു സ്റ്റോക്കിൽ ഡിപ്ലോയ് ചെയ്യുന്നതിൽ പ്രശ്നം ഉണ്ടാവത്തില്ല.
അത് ഇൻ കേസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പറഞ്ഞില്ല. ഞാന് ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പം ആക്ച്വലി നേരത്തെ ചെയ്യുന്നത് വെച്ചാല് ഒരു ട്രെൻഡ് അനുസരിച്ചിട്ടായിരുന്നു ബൈ ചെയ്യുന്നത്. അത് ഫുൾ ക്വാണ്ടിറ്റി ബൈ ചെയ്യാറ്. ഇപ്പൊ 15,000 ആണെങ്കിൽ 15,000 ഞങ്ങൾ ബൈ ചെയ്യാറ്. അപ്പൊ ഇപ്പൊ ഞാനിപ്പോ ആലോചിക്കുന്ന ഒരു 15,000 വരും, അതിന്റെ 50% ബൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിന്റെ ട്രെൻഡ് നോക്കിയിട്ട് അടുത്ത ഒരു 25%, അങ്ങനെ ഒരു 3-4 പ്രാവശ്യമായിട്ട് ബൈ ചെയ്യുന്നതിനെ പറ്റി ഇപ്പൊ ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നു. 15,000 ആണ് 15,000 ആണ് ക്യാപിറ്റൽ എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഈ ഒരു ഒറ്റ സ്റ്റോക്കിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് 3,000 മാത്രമേ നമ്മൾ ട്രേഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാവൂ. അങ്ങനെ വരുമ്പോൾ തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു പൊസിഷനിൽ വെച്ച് തന്നെ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും എൻട്രി എടുക്കാം. ഇപ്പൊ എനിക്കോ ആർക്കും പറയാനായിട്ട് പറ്റത്തില്ല ഈ സ്റ്റോക്ക് ഇവിടെ എന്തെങ്കിലും താഴത്തോട്ട് പോകും അതോ മേലോട്ടാണ് സ്റ്റോക്കിന്റെ പോക്കെന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും 3,000 റുപ്പീസ് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. അതിനുശേഷം മാർക്കറ്റ് താഴത്തോട്ട് വന്നെന്ന് വിചാരിക്കുക. 155 ആദ്യത്തെ SL ആയിട്ട് കീപ്പ് ചെയ്യുക. ഈ SL താഴത്തേക്ക് മാർക്കറ്റ് വന്ന് ക്രോസിംഗ് നടന്നാൽ ഈ പൊസിഷനിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക. തിരിച്ച് കയറി പോയാൽ മാത്രം വീണ്ടും എൻട്രി എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻ കേസ് മാർക്കറ്റ് അവിടെ നിന്ന് സ്റ്റോക്ക് പ്രൈസ് അവിടെ നിന്ന് വീണ്ടും താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പൊസിഷൻ നമ്മളെല്ലാം ഫുള്ളി ലോഡഡ് ആണ്. നമ്മൾ അതിന് സേവ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. നെക്സ്റ്റ് 135 നിന്ന് നമുക്ക് വീണ്ടും ഒരു റിവേഴ്സൽ കിട്ടിയാൽ ഈ ഒരു പോയിന്റിൽ വീണ്ടും എൻട്രി എടുക്കുക. ആ ഒരു പോയിന്റിൽ നിന്ന് എൻട്രി എടുത്തിട്ട് മാർക്കറ്റ് താഴത്തോട്ട് വന്നെന്ന് കരുതുക. ഈ 135 താഴെ വീണ്ടും എക്സിറ്റ് ചെയ്യുക. വീണ്ടും എക്സിറ്റ് ചെയ്യുക. സോ നമ്മൾ ഇവിടെ ഈ ഒരു സ്ഥലത്ത് 2 ചെറിയ സ്റ്റോപ്പ് ലോസസ് എടുത്തിട്ടുണ്ട്. 2 എസൻസ് ആണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. പക്ഷെ മൂന്നാമത്തെ സമയം വെൻ യു ക്യാച്ച് ദ ട്രെൻഡ് അല്ലെങ്കിൽ 125 മാർക്കറ്റ് റിവേഴ്സ് ആകുമെന്ന് തോന്നിയാൽ ഇവിടെ നിന്ന് ക്യാപ്ചർ ചെയ്യുമ്പോൾ എനിക്ക് എൻറ്റയർ റാലി കിട്ടും. ഒരിക്കലും പേടിക്കാതെ ഈ 2 ചെറിയ സ്റ്റോപ്പ് ലോസസ് മാത്രമേ നമ്മളുടെ P&L ഉണ്ടാവത്തുള്ളൂ. ഈ ഒരു എൻറ്റയർ റാലി നമുക്ക് കംപ്ലീറ്റ്ലി ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. സോ അപ്പോഴും അവിടെ നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയ മിസ് ചെയ്യേണ്ട. only 3,000 rupees should be invested out of 15,000. അത് മനസ്സിലായിരുന്നു. ഞാൻ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യുന്ന സമയത്ത് വളരെ സക്സസ്ഫുൾ ആയിട്ട് എനിക്ക് വർക്ക്ഔട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നല്ല റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ ചെറിയ ചെറിയ സ്റ്റോപ്പ് ലോസസ് എടുക്കുക. ആ സ്വിംഗ് ബ്രേക്ക് ചെയ്തെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക. വീണ്ടും അടുത്ത സ്വിംഗ് ക്യാപ്ചർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനും താഴത്തോട്ട് പോയാൽ വീണ്ടും എക്സിറ്റ് തന്നെ ചെയ്തോളൂ. അറ്റ് എ പോയിന്റ് ഓഫ് ടൈം ഒരു സമയത്ത് ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ നമ്മൾ ആ സ്റ്റോക്കിനെ ട്രാക്ക് ചെയ്തിട്ട് ഏകദേശം 22% മാർക്കറ്റ് ആ സ്റ്റോക്ക് താഴത്തോട്ട് വന്നു. അപ്പൊ നമ്മൾക്ക് ഒരു എൻട്രി കിട്ടും. തിരിച്ചു പോകുന്ന ആ സ്റ്റോക്കിന് ആ 22% നമ്മൾക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. സോ ആദ്യമേ നമ്മളൊരു 4%, മാക്സിമം 2% ഒക്കെ നമുക്ക് ഉണ്ടാവത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു 1%, മാക്സിമം ഒരു 5% SL ഉണ്ടാവും. ബട്ട് പ്രോഫിറ്റ് വിൽ ബി ഹൈ. അത് ഓക്കെ ആയിരുന്നു. അത് ഓക്കെ ആണ്. ചെറിയ സ്റ്റോപ്പ് ലോസസ് എടുക്കുക. മാർക്കറ്റിന്റെ റിവേഴ്സൽ ചെറിയ സ്റ്റോപ്പ് ലോസസ് എടുത്ത് നമ്മൾ ട്രേഡ് ചെയ്യാൻ നേരം നമുക്ക് മാർക്കറ്റിന്റെ റിവേഴ്സൽ ഒരു അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് ടൈം നമുക്ക് അത് കിട്ടും. അതുകൊണ്ട് ആ ഒരു ഇഷ്യൂ വേണ്ട. ഇപ്പൊ ഇൻ കേസ് ഇവിടെ വരുമ്പോൾ വേറൊരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞ സെയിം തിങ് തന്നെ നമുക്ക് നോക്കാം. ഇവിടെ ഈ സ്വിംഗ് ക്യാപ്ചർ ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്ന് എഴുതുക. സോ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ എൻട്രി എടുത്തു 144 മാർക്കറ്റ് മേലോട്ട് പോയി. പക്ഷെ തിരിച്ചു വന്നാൽ 144 താഴത്തോട്ട് വരുമ്പോൾ തന്നെ നമ്മൾ SL കിട്ടി. തിരിച്ച് ഈ ഒരു പോയിന്റ് നമ്മൾ വീണ്ടും ക്യാപ്ചർ ചെയ്യാനായിട്ട് ശ്രമിക്കുക.
136. വീണ്ടും മാർക്കറ്റ് തിരിച്ചു പോവാൻ